എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 2-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നയരക്കും ഇന്ത്യൻ ഓയിലും പിന്നാലെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ച് സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായിട്ടുള്ള ഷെൽ ഇന്ത്യ പെട്രോളിന് 7.41 രൂപയും ഡീസലിന് 25.1 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിലായി. രാജ്യാന്തര വില കുത്തനെ കൂടിയതാണ് നയരയ്ക്ക് പിന്നാലെ ഷെല്ലും ഇന്ത്യയിൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഓയിൽ പ്രീമിയം പെട്രോൾ വില വർദ്ധിപ്പിച്ചിരുന്നു. വില വർദ്ധിപ്പിച്ചതോടെ ബാംഗ്ലൂരുവിൽ 119 രൂപ 85 പൈസയാണ് പെട്രോൾ വില. പ്രീമിയം വിഭാഗത്തിന് 129 രൂപ 85 പൈസയുമാണ്. സാധാരണ ഡീസലിന് 123 രൂപയും പ്രീമിയം ഡീസലിന് 133 രൂപ 52 പൈസയുമാണ്. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾക്കും ബാങ്കിംഗ് സേവനങ്ങൾക്കും ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്നു. ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തിയാണ് റിസർവ് ബാങ്ക് കർശന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, മൊബൈൽ വാലറ്റുകൾ എന്നിവ വഴിയുള്ള എല്ലാ ഇടപാടുകൾക്കും ഇനി മുതൽ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. OTP മാത്രം ഉപയോഗിച്ചുള്ള നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് സിം സാപ്പിംഗിലൂടെയും ഫിഷിംഗിലൂടെയും തട്ടിപ്പുകൾ വർദ്ധിച്ചതോടെയാണ് പുതിയ നീക്കം. ഇനി മുതൽ OTPക്ക് പുറമെ പിൻ നമ്പറോ പാസ്വേഡോ ബയോമെട്രിക് സംവിധാനമോ കൂടി ഉപയോഗിച്ചാൽ മാത്രമേ ഇടപാടുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ തുകയുടെ ഇടപാടുകൾ നടത്തുമ്പോഴും പുതിയ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യുമ്പോഴും കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും. സംവിധാനങ്ങളിലെ പോരായ്മ മൂലം തട്ടിപ്പിനിരയാകുന്ന ഗുണഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാങ്കുകൾ ബാധ്യസ്ഥരായിരിക്കും എന്നും പരാതികൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നും RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. UPI സേവനങ്ങളിലും NPCI പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു ആപ്പിലൂടെ പരമാവധി 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ ഇനി കഴിയുകയുള്ളൂ. ഒരു ആപ്പിൽ പരമാവധി 25 ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമേ ലിങ്ക് ചെയ്യാൻ പാടുള്ളൂ. പൂർത്തിയാക്കാത്ത ഇടപാടുകളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ 90 സെക്കൻഡ് ഇടവേള നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി മുതൽ EMI പോലുള്ള ഓട്ടോ ഡെബിറ്റ് ഇടപാടുകൾ തിരക്ക് കുറഞ്ഞ സമയത്ത്, അതായത് രാവിലെ 10 മുൻപോ രാത്രി 9:30 ശേഷമോ മാത്രമായിരിക്കും നടത്തുക. സംസ്ഥാനത്ത് പാചകവാതക വില വർദ്ധിച്ചു. വാണിജ്യ സിലിണ്ടറിന് മാത്രമാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം 2 തവണയാണ് വില കൂട്ടിയത്. ഇത്തവണ 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതോടെ ഒരു പാചകവാതക സിലിണ്ടറിന് 19 കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിന് 2200 രൂപക്കടുത്തെത്തി. പല പട്ടണങ്ങളിലും വിലയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ 2200 മുകളിലാണ് വില. ഡെലിവറി ചാർജ് പുറമേ നൽകണം. കൂടുതലും കരിഞ്ചന്തക്ക് മാത്രമാണ് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറുകൾ ലഭ്യമാകുന്നത്. ഹോട്ടലുകളും മറ്റും അടച്ച അവസ്ഥയാണുള്ളത്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ വിലയിൽ മാറ്റം ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏപ്രിൽ 1 സാമ്പത്തിക വർഷം ആരംഭമാണ്. ഈ മാസം മുതലാണ് ഗ്യാസിന്റെ എണ്ണം കണക്കാക്കുന്നത്. ഒരു ഗ്യാസ് ഗുണഭോക്താവിന് 12 സിലിണ്ടറുകളാണ് കേരളത്തിൽ ലഭിക്കുന്നത്. അത് ഏപ്രിൽ 1 മുതലാണ് എണ്ണി തുടങ്ങുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് സിലിണ്ടറിന് 300 രൂപ സബ്സിഡി ലഭിക്കുന്നവർക്ക് KYC ചെയ്യണമായിരുന്നു. ചെയ്യാത്തവർക്ക് ഇനി മുതൽ സബ്സിഡി ലഭിക്കില്ല. പദ്ധതിയിൽ നിന്നും പുറത്താകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഏപ്രിൽ 9 ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന ലേബർ കമ്മീഷണറുടേതാണ് ഉത്തരവ്. പ്ലാന്റേഷൻ, വ്യവസായം, നിർമ്മാണ മേഖലകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഈ ഉത്തരവ് ബാധകമാണ്. ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ 135B പ്രകാരം വോട്ടെടുപ്പ് ദിവസം ജീവനക്കാർക്ക് അവധി അനുവദിച്ചിരിക്കുന്നു. അവധിയുടെ പേരിൽ തൊഴിലാളികളുടെ വേതനത്തിൽ കുറവ് വരുത്താൻ പാടില്ല എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വന്തം മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ദിവസവേതനക്കാർ, കരാർ തൊഴിലാളികൾ, കാഷ്വൽ ജീവനക്കാർ എന്നിവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. അത്യാവശ്യ സർവീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ തൊഴിലുടമകൾ പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തണം. ഉത്തരവ് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ലേബർ കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി.
എല്ലാ വോട്ടർമാർക്കും തടസ്സമില്ലാതെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ സാഹചര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. സംസ്ഥാനത്ത് സാമ്പത്തിക വർഷ ആദ്യ ദിവസം തന്നെ സ്വർണ്ണവിലയിൽ വർധനമാണ് ഉണ്ടായത്. പവന് 1440 രൂപയാണ് കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില വീണ്ടും 1,11,080 രൂപയിലെത്തി. ഗ്രാമിന് 180 രൂപയാണ് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ബാങ്കിലേക്കാണ് ഇപ്പോൾ വിതരണം നടന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 6 മാസത്തേതാണ്. 5 മാസത്തേത് നേരത്തെ വിതരണം ചെയ്തു. ഒന്നും കൂടി ചേർത്ത് 6 മാസത്തേതാണ് ഇപ്പോൾ വിതരണം നടന്നത്. 18 മാസത്തേത് വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇനി എങ്ങനെ എന്നുള്ളത് വ്യക്തമാകുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള മറുപടി നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനുമായി, അതായത് കയ്യിൽ പെൻഷൻ വിതരണവുമായി മാർച്ച് ഏപ്രിൽ മാസത്തെ കയ്യിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് തന്നെയാണ് പറയുന്നത്. സംസ്ഥാനത്ത് ഈ ഇലക്ഷന് മുമ്പ് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും 4000 രൂപ പെൻഷൻ ഒരുമിച്ച് വീടുകളിൽ വിതരണം ചെയ്യുന്നത് 5-ാം തീയതി മുതലേ ആരംഭിക്കുകയുള്ളൂ. 4-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയേ ട്രഷറിയിൽ നിന്നും പണം കൈമാറി കിട്ടുകയുള്ളൂ എന്നാണ് സർവീസ് സംഘങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ. ഇലക്ഷൻ ദിവസം വരെ, അതായത് 9-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തീകരിക്കാനാണ് സർക്കാർ സർവീസ് സഹകരണ സംഘങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ വോട്ടിന് പോകുന്നതിന് മുമ്പ് 4000 രൂപ എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ആദ്യത്തെ അറിയിപ്പ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയും 9-ാം തീയതിക്ക് മുമ്പ് ഏപ്രിൽ മാസത്തേത് ലഭിക്കും എന്നുള്ള സൂചനകളും ലഭിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം 5-6 ഗഡുക്കൾ പല ആളുകൾക്കും ലഭിച്ചു. 6 ഗഡുക്കളും ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് 9,600 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. 18 മാസത്തെ 28,600 രൂപ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ആ ഒരു തുക ലഭിച്ചില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ബാക്കി തുക ഉണ്ടാകും എന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്ന് സംസാരിച്ചിരുന്നു. അതിന്റെ ഫോൺ കോൾ നിങ്ങൾ കേൾക്കുക. നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ഹലോ. ഹലോ. ആ മാഡം, 5 എണ്ണം കൊടുത്തില്ലേ പെൻഷൻ? കൊടുത്തായിരുന്നു. 6 ഇനി ബാക്കിയുള്ളത് ഇനി എന്നാണ് കൊടുക്കുന്നത് മാഡം? ബാക്കിയുള്ളത് പിന്നെ അത് തീരുമാനമായിട്ടില്ല. ഇപ്പോഴിത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഇലക്ഷന് മുമ്പ് എങ്ങനെ ഉണ്ടാവോ? ഇലക്ഷന് മുമ്പാണ് അറിയില്ല. ഇത് ഒന്ന് തിങ്കളാഴ്ച അയച്ചതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ 5 എണ്ണത്തിൽ ഒന്ന് തിങ്കളാഴ്ച അയച്ചത് കൊണ്ട് ഈ മാസത്തിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റൂല. നമുക്കൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. ഇലക്ഷൻ കഴിഞ്ഞേ കാണുള്ളായിരിക്കാം. എന്തോ അന്വേഷിച്ചിട്ട് പറയാം. 2 ദിവസം കഴിഞ്ഞൊന്ന് വിളിച്ചാൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ടോ? ഓ അല്ല, ആദ്യം പറഞ്ഞിരുന്നതെന്ന് വെച്ചാല് എല്ലാം ക്ലോസ് ചെയ്യുന്നതാണോ, മുടക്കുള്ള എല്ലാം ക്ലിയർ ചെയ്യുന്നു പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞു പിന്നെ ഒരു വട്ടം വിളിച്ചപ്പോ പറഞ്ഞു പകുതിയാണ് ക്ലോസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഫണ്ട് വരെയാണെങ്കിൽ അത് ചെയ്യുമായിരിക്കാം. ഫണ്ട് വന്നാലേ ചെയ്യാം. ഫണ്ട് വരണ അനുസരിച്ച് ചെയ്യുമായിരിക്കാം. ഫണ്ട് ഉണ്ടെങ്കിൽ ചെയ്യുമായിരിക്കും. അല്ല മേഡം, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അവധിയല്ലേ. അല്ല മേഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഈ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ പറഞ്ഞ് ഈ സെസ് പിരിച്ചിരുന്നല്ലോ 3 വർഷം കൊണ്ട്. ഇപ്പൊ സെസ് പിരിക്കുന്നുണ്ടല്ലോ 3 വർഷം കൊണ്ട്. 3 വർഷം കൊണ്ട്. അപ്പൊ ഈ പൈസ കൊടുക്കുന്നില്ലേ ഇപ്പൊ? ഈ മുടക്ക് തീർക്കാൻ എന്ന പേരിലാണല്ലോ ഈ സെസ് പിരിച്ചിരുന്നത് സർക്കാർ. സെസ് ഇപ്പോഴല്ലേ അതിന്റെ ഇത് നല്ലതായി വരുന്നതല്ലേ മേഡം. 3 വർഷമായി വരുന്നതേ ഉള്ളൂ. 3 വർഷമായല്ലോ പിരിക്കാൻ തുടങ്ങിയിട്ട്. 3 വർഷമായി ഇത് പിരിക്കാൻ തുടങ്ങിയിട്ട്. സെസ് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഈ മുടക്ക് നികത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് സെസ് പിരിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിന് മുകളിലാണ്. ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് ഒരുപാട് പ്രസംഗിക്കാനെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇത്ര കാര്യങ്ങള് വ്യക്തമായിട്ട് എനിക്ക് പറയേണ്ടത് ഒരു മീഡിയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി സാർ, ഞാൻ വെക്കുകയാണ്. അങ്ങനെയല്ല മേഡം, നമ്മളൊരു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.